നല്ല അടിപൊളി മഴ വരുന്നുണ്ട്. ഇത് വീടിൻ്റെ പടിഞ്ഞാറേ വശമാണ് കേട്ടോ. ഉണ്ടാ നല്ല ഇരുട്ടടച്ച് നല്ല കാറ്റ്, നല്ല ഇരുട്ടടച്ചിട്ടുള്ള മഴയാണ് വരുന്നത്. റെയിലാണ് അവിടെ കാണുന്നത്. ആ ഗേറ്റിൻ്റെ അപ്പുറത്ത് റെയിൽ കാണുന്നുണ്ടോ? അവിടെ റെയിലുണ്ട്. ട്രെയിൻ പോകും ചിലപ്പോൾ. കാലാവസ്ഥ കാണിക്കാൻ ആകാശമൊക്കെ നമുക്ക് നല്ല ഇരുട്ടടച്ച് നല്ല അടിപൊളിയായിട്ട് വരുന്നത്. നല്ല ഇടിവെട്ടും ഉണ്ട് കേട്ടോ. വീഡിയോ ഇടി വെട്ടുന്ന സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പാടുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇത് കണ്ടപ്പോൾ ഒരു രസം എടുക്കാനായിട്ട്, ബാക്ക് സൈഡ് ഇങ്ങനെ കാണാൻ. ഞാനിന്ന് ചെടികൾക്ക് നനച്ചിട്ടുമില്ല കേട്ടോ. മഴ പെയ്യുന്നുള്ളൊരു പ്രതീക്ഷ. ചേച്ചി ഒരു നീ നനയ്ക്കണ്ട, നല്ല മഴ പെയ്യുന്നു. തേങ്ങ അങ്ങനെ വീഴോ തലയുടെ മുകളിൽ. ഇവിടെ ഒരു തെങ്ങുണ്ട് കണ്ട. ഇതിലധികം നാളേരില്ല, അതിൽ രണ്ടെണ്ണത്തിനുണ്ട് അത്യാവശ്യം. 3 ഞങ്ങളുടെ തന്നെ. വീഡിയോ പിടിച്ചിട്ട് തലയിൽ തേങ്ങ വീണ് ആശുപത്രി പോകേണ്ട വരുമോ? ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലത്തെ വീടായ ഒരു വീട് മാത്രമേ ഇവിടെ ഇങ്ങനെ ഓടിട്ട വീടുള്ളൂ. അവിടെ ഒരു കുഞ്ഞുവാവയൊക്കെ ഉണ്ട്, 2 കുഞ്ഞുവാവുകളുണ്ട്. അങ്ങനെ വീടിൻ്റെ സൈഡിട്ട കുറച്ച് വാഴയുണ്ട്, കാര്യമായിട്ടൊന്നുമില്ല. രസമായിട്ട് പറഞ്ഞാൽ നോക്കൂ, ആകാശത്തിൻ്റെ ഒരു ഭംഗിയുണ്ട്. കാറ്റ് കൊണ്ടുപോവോ മഴ തന്നെ, മഴ പെയ്യോ കാറ്റ് കൊണ്ടുപോകുമോ എന്നല്ല. ചെടികൾക്ക് നനച്ചിട്ടില്ല, ചെറുതായിട്ട് തോടി തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട്. ഈ വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അന്തുവിൻ്റെ വിശേഷങ്ങളിലേക്ക് എത്താം കേട്ടോ. വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പിലേക്ക് വരുന്നത് അവൻ തിരിഞ്ഞ് കാണുന്നില്ല. ഇങ്ങോട്ട് വരൂ, കണ്ടോ? ഇങ്ങോട്ട് വാ. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കാണൂ, അമ്മയുടെ മടിയിൽ തല വെച്ച് നോക്കിയൊക്കെയാണ്. നിന്നെ കാണാനല്ല എല്ലാവരും വരണത് തന്നെയാണ്, എന്നെ കാണാനല്ല. അന്തുവിനല്ലേ എല്ലാവരും ഫാൻസ്. അയ്യോ, കിടന്നുറങ്ങാൻ. എടാ നിന്നോട് കിടന്നുറങ്ങാനാണോ പറഞ്ഞ ഞാൻ? ചക്കര ഇപ്പുറത്തേക്ക് അമ്മടത്തെ ഇങ്ങനെ ഇങ്ങനെ കൊഞ്ചിന് വലിയ ആൺകുട്ടിയായിട്ട് മതി, ഇങ്ങനെ വന്നാൽ മതി. ഇത്രയും വലിയ ആൺകുട്ടിയായിട്ട് കിടന്ന് കൊഞ്ചാൻ നിൽക്കുന്നതാണാവില്ല. അല്ല ശരിയായിട്ടില്ലടാ. ആ ശരിയായിക്കോട്ടെ, എന്നാ ഇങ്ങനെ മതി. കാണണ്ടല്ലോ അല്ലേ എന്തെന്നെ ഒരു കുരങ്ങൻ്റെ മുഖം പോലെ കാണണം, ഭംഗിയില്ലേ കാണുമ്പോൾ. ശരിക്കും വാ, ശരിക്കും വന്നാൽ ഭംഗിയുണ്ടാവുള്ളൂ. അപ്പോൾ ശരിക്കും ഒരു കുരങ്ങൻ കൂട്ടിൽ എന്തുണ്ട് കാല് വെച്ചിട്ട് തുടങ്ങി തല വെച്ചിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞ മടിയാ. ആ മടം വെച്ചോക്കാലേ എനിക്ക് കുഴപ്പമില്ലാന്ന്. നീ ഇപ്പൊ കാല് തൊടൻ്റെ ഒരു പോക്ക് പോയി. ഞാൻ തല വെച്ചമർത്തിയിട്ട് ലേശം കൂടി ഫ്രണ്ടിരിക്കും. ഇങ്ങനെ തന്നെ കുറേ സമയം പോവില്ലേ ഇവൻ്റെ കൂറുമ്പൻ ഇവിടെ. ഞാൻ നല്ല മഴ കേട്ടാ. ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ഇതില്ല, ഇതിൻ്റെ ഒരു ആദ്യം ഞാൻ ആ മഴ വരുന്ന സീൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പം നല്ല തകൃതിയായിട്ടുള്ള മഴ, ഇടിവെട്ടം എല്ലാം ഉണ്ട്. അപ്പോൾ ഇടിവെട്ടുന്ന സമയത്ത് വീഡിയോ പിടിക്കുന്നത് ഒരു ടെൻഷനുള്ള കാര്യം. ഫോൺ പ്രവർത്തിക്കാൻ പാടുമെന്ന് അറിയില്ല. നല്ല ഇടിവെട്ടും മഴയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നീ എന്താ പറയുക, നിന്നെ കേൾക്കാതെ വേണ്ട. ഈ മഴയത്താര തീയിടുക? മഴയുടെ മണവും. മഴയ്ക്ക് പുതുമണ്ണിൻ്റെ ഒരു മണം, അത് നല്ല സൂപ്പർ മണം. എനിക്ക് നല്ല ഇഷ്ടമാണ് പുതുമണ്ണിൻ്റെ മണം. പക്ഷെ അത് പോയി, അത് ആദ്യം മഴ പെയ്യുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അടുപ്പിച്ച് മിക്ക ദിവസങ്ങളിലും മഴയുണ്ട്. ഇന്നലെ പെയ്തോ? ഇല്ല, മിഞ്ഞാന്ന് അതിന് തലേ ദിവസമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും നല്ല അടിപൊളി മഴ. കറണ്ട് പോയിട്ട് ഇവിടെ ഇപ്പോൾ ഇൻവെർട്ടറാണ് വർക്ക് ചെയ്യണേ. സോളാറിൻ്റെ ഇൻവെർട്ടർ ഉണ്ട്, അതാണ് വർക്ക് ചെയ്യണത്. കറണ്ട് പോയിരിക്കുകയാണ്. അവർ ശരിയാക്കും നോക്കണം. അവിടെ ഒരു മാവ് വീണെന്ന് പറയുന്നുണ്ട് സുകുമാർ അഴിക്കോടിൻ്റെ വഴിയിൽ. ഞങ്ങളുടെ ഇവിടെ ആയിരുന്നല്ലോ സുകുമാർ അഴിക്കോട് താമസിച്ചിരുന്നത്. അപ്പോൾ അത് എന്താ നിങ്ങൾ കേൾക്കണ പോലെ, ആദ്യമായിട്ട് കേൾക്കണ പോലെ പറയണേ. ഇടിവെട്ടിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ വീഡിയോയില്? ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. ആ സുകുമാർ അഴിക്കോട് അവസാന നിമിഷങ്ങളിൽ വിയൂരായിരുന്നു. പിന്നെ പോയി ആള് ലാസ്റ്റ് പോയി. മരണം ഇവിടെയല്ല നടന്നത്. ഞങ്ങളിപ്പോൾ ആ വഴിക്ക് സുകുമാർ അഴിക്കോടിൻ്റെ വഴി എന്ന് പറയാം. അവിടെ ഒരു മരം വീണുണ്ടെന്നാണ് പറഞ്ഞത്. എന്താ അറിയില്ല, ഇലക്ട്രിസിറ്റിയിൽ ഒന്ന് വിളിച്ചു നോക്കണം. ഈ സോളാറിൻ്റെ ഒക്കെ അധികം നേരം നിൽക്കില്ലേ, ചാർജ് കഴിഞ്ഞ് പോവും. രാത്രി കുറച്ച് നേരമൊക്കെ കിട്ടും. പിന്നെ എല്ലാ ലൈറ്റും ഫാനൊന്നും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൗൺ ആവും. കറണ്ട് ഇൻവെർട്ടർ അല്ല, സോളാർ ഇൻവെർട്ടറാണ്. കുറേ വർഷമായിട്ടുള്ളത് അവിടെ. ഇവന് തീരെ ചൂട് പറ്റില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം
ഫുൾ ടൈം ഇപ്പോൾ മഞ്ഞുകാലമായാലും മഴക്കാലമായാലും ഏത് കാലമായാലും ഫുൾ ടൈം ഫാൻ ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യണം. വേർക്കാൻ കുട്ടിക്ക് വെച്ചാൽ പെട്ടെന്ന് വേർക്കും. നമ്മൾ ഇത്രയും എ സിയിൽ കിടക്കുകയാണെങ്കിൽ രാത്രി എ സിയിൽ കിടക്കുകയാണെങ്കിൽ ഇടയ്ക്ക് തൊട്ട് നോക്കും. കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ വേർത്തിട്ടുണ്ടാവും. ഞാൻ ഈ ഷർട്ട് ഊരിയിട്ട് കമ്പിളി കൊണ്ട് പതിപ്പിച്ചിട്ടൊക്കെ എടുത്ത് ഫുൾ വേർക്കും. പെട്ടെന്ന് വേർക്കണ ഒരു ശരീരമാണ്. അപ്പോൾ ചൂട് തീരെ പറ്റില്ല അവന്. അങ്ങനെ ചെറിയൊരു ചൂടിൻ്റെ അസുഖമുള്ള കുട്ടിയാണ്. ഒന്നും പറഞ്ഞില്ല എന്നെ. മുഖം നോക്കുക, എൻ്റെ ഒരു ചിരിയിലുണ്ടല്ല ഓർമ്മച്ചക്കൻ. അപ്പോൾ വീഡിയോ അധികം ഞാൻ നീട്ടണില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വിശേഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ അഞ്ചെത്തി കൊടുന്ന വളയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള വളയാണ്. കാണുന്നുണ്ടോ? നല്ല ഭംഗിയില്ലേ? ഗോൾഡൻ കളറും കോഫി ബ്രൗണും ആണ്. അപ്പോൾ ഞാനിന്നൊരു കല്യാണം ഉണ്ട്. അപ്പോൾ ഇതേ കളർ എനിക്കൊരു ചുരിദാറുണ്ട്. അപ്പോൾ ഈ ചുരിദാറും ഈ വളയിട്ടിട്ടാണ് പോയത്. മറ്റേ വളയൊക്കെ ഊരി വെച്ചിട്ട് നല്ല രസം ഊരി വയ്ക്കണം ഇനി. കാരണം ചിലപ്പോൾ ഗിൽട്ട് ഗോൾഡൻ ഗിൽട്ട് പോകുമെന്നറിയില്ല. വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാം. വയസ്സാങ്കാലത്ത് കുപ്പിയാളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയാം വയസ്സാങ്കാലത്താണ് ഇപ്പോൾ ആഗ്രഹങ്ങളൊക്കെ തീർക്കണമെന്ന്. പണ്ടൊന്നും അങ്ങനെ ഇടാൻ ചെറുപ്പത്തിൽ ഇടാൻ ആഗ്രഹമുള്ള സമയത്ത് ഞങ്ങൾ 5 പെൺകുട്ടികളാണ്. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് കുപ്പികളെ വാങ്ങി തരില്ല. വേഗം പൊട്ടില്ലേ റബ്ബർ വളയായിരുന്നു. പിന്നെ ഇടാറൊന്നുമില്ല. അങ്ങനെ ഇപ്പം എനിക്ക് എപ്പോഴും എനിക്ക് ആഗ്രഹമാണ് കുപ്പികള. അതൊന്നും ഉപയോഗിക്കണം. 5 മുകളിൽ ഹൈദരാബാദിൽ നിന്ന് ഒരു അന്നത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ അതിലുള്ള വളി 12 ഉണ്ട്. ഞാൻ 6 എടുത്തിട്ടുള്ളൂ. പക്ഷെ അത് കുറേ നാൾ ഇങ്ങനെ സൂക്ഷിക്കണം. വളരെ സൂക്ഷിക്കാനുള്ള എന്തൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഓൺലൈൻ വഴി 2 അപ്പോൾ ഒന്ന് അഞ്ചത്തിക്ക് കൊടുക്കാം, ഒന്ന് എനിക്ക് കൊടുക്കാം. അഞ്ചത്തിക്ക് കുറേയായിട്ട് കൊടുക്കുന്നുണ്ട് പറഞ്ഞു. പക്ഷെ അവളിൽ ഇത്തിരി തടി കൂടുതലായ കാരണം എനിക്ക് അത് ലൂസാവും തന്നെ. എനിക്ക് ഇത്തിരി ലൂസാണ്. അപ്പോൾ ഇതാണ് ഇത്. ഞാൻ വെറുതെ കാണിച്ചു തന്നല്ലോ കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടാ? നേരത്തെ ഒരു കുസൃതി കൊണ്ട് ചോദിച്ചത് എന്നോട് കുസൃതി ചോദ്യം ചോദിച്ചല്ലോ. പിന്നെ അതാണല്ലോ അറിയുള്ളൂ. കുസൃതി ചോദ്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. മഴയുണ്ട്, വർഷം മഴയുണ്ട്. അപ്പൊ എന്താ മഞ്ഞ് കാലത്ത് എന്താ മഞ്ഞ് മഴ പെയ്യാറുണ്ടല്ലോ. അതല്ല മഞ്ഞ് കാലത്ത് ഇതേപോലെ മഴ ഇടിവെട്ടി ഇടിവെട്ടണ. അപ്പൊ അത് മഴയില്ലേ, മഞ്ഞാവില്ലല്ലോ. വേനൽ മഴയുണ്ട്, വർഷം മഴയുണ്ട്. അപ്പൊ എന്താ മഞ്ഞ് മഴ ഇല്ലാത്ത? മഞ്ഞുമഴ പെയ്യാറുണ്ടല്ലോ. മഞ്ഞുകാലത്ത് രാത്രിയിൽ മഞ്ഞുമഴ പെയ്യാറുണ്ട്. എന്നിട്ട് ഞാൻ ശബ്ദമൊന്നും കേൾക്കാറില്ലല്ലോ. ഇവന്റെ ഇങ്ങോട്ട് തീങ്ങി എടുക്കുന്നതിനെ കാണുന്നില്ല. എൻ്റെ കുട്ടിയുടെ സംശയത്തിന് ആർക്കും ഉത്തരം അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. വേനൽ മഴയുണ്ട്, വർഷമഴയുണ്ട്, എന്തുകൊണ്ട് മഞ്ഞ് മഴയില്ല എന്നാണ് ചോദ്യം. മഴ പെയ്യുന്നുണ്ട്, വർഷക്കാലത്ത് പിന്നെ ഓൾറെഡി മഴ പെയ്യും. ഇപ്പൊ എന്താ മഞ്ഞുകാലത്ത് എന്താ മഞ്ഞ് മഴ ചെയ്യാത്ത? എനിക്ക് ഉത്തരം അറിയില്ല. ഞാൻ മഞ്ഞുമഴ പെയ്യുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഉത്തരമായിട്ട് അവന് അംഗീകരിക്കാൻ വയ്യ. അത് മഞ്ഞോണ്ടുണ്ട് മഴയായി. ഇതേപോലെ മഴയാ പെയ്യണ്ടേ മഞ്ഞുകാലത്ത്? ചിലപ്പോ പെയ്യാറുണ്ട് ന്യൂനമർദ്ദം വരുമ്പോ. ഞാൻ എന്താ ഉദ്ദേശിക്കണേ? വേനൽക്കാലത്ത് വേനൽ മഴ, പക്ഷെ ഇതേപോലത്തെ മഴ മഞ്ഞുകാലത്ത് എന്താ പെയ്യാത്ത? ഓ ഞാൻ വിചാരിച്ച എന്താ മഞ്ഞുകാലത്ത് മഞ്ഞുമഴ പെയ്യാത്തെന്നാ ചോദിക്കണേന്ന്. അയ്യേ, വേനൽക്കാലത്ത് വേനൽ മഴയുണ്ട്, വർഷക്കാലത്ത് പിന്നെ വർഷക്കാലാണ് മഴ പെയ്യും. അപ്പൊ ഡിസംബർ സമയത്ത് എന്താ മഞ്ഞിന്റെ മഴ പെയ്യാത്ത? മഞ്ഞ് സീസണിൽ പെയ്യണ മഴ എന്താ പെയ്യാത്ത? അപ്പൊ ആർക്കെങ്കിലും ചോദ്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം എനിക്ക് ചോദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഒന്നുകൂടി വേണ്ട, മതി. ഇനി നീ അധികം ഇതാക്കണ്ട. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആനന്ദുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതിനാണ് ഞാൻ കമൻറ്റ് അവന് വായിച്ച് ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. അവൻ്റെ സംശയം തീരും. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നല്ല ഇടിവെട്ട് മഴയാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഫാൻ ഇട്ടിട്ടില്ല. നല്ല സുഖം, ചൂടൊന്നും എടുക്കുന്നില്ല. സാധാരണ ഫാൻ ഇടാണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് വീഡിയോ ഓഫ് ചെയ്യാൻ തോന്നുന്നു, ചൂടിൻ്റെ ശക്തിയുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ നല്ല സുഖമായിട്ട് കൂളായിട്ടിരിക്കാം. അപ്പോൾ ഓക്കെ, ബൈ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ പറയാം എല്ലാവർക്കും. നന്ദി, നമസ്കാരം.